ചില ആളുകൾ നിസ്കരിക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് നിസ്കരിച്ചു പോകും. അതായത് വേഗം ഫാത്തിഹ ഓതി വേഗം റുക്കൂ ചെയ്യും, വേഗം ഇഅ്തിദാൽ ചെയ്യും, വേഗം സുജൂദ് ചെയ്യും, വേഗം ഇടയിലുള്ള ഇരുത്ത്, അങ്ങനെ പെട്ടെന്ന് കഴിയും നിസ്കാരം ചില ആളുകളുടേത്. അങ്ങനെയുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് നബി തങ്ങൾ എന്താ പറഞ്ഞത് നോക്കാലോ. ഇത് ഈ ഹദീസ് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണേ. ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത്. തൊബറാനി ഇമാം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, മസലുൽ ലദി ലാ യുതിമ്മു റുകൂഅഹു വയൻഖുറു ഫീ സുജൂദിഹി. നബി തങ്ങൾ ഉപയോഗിച്ച പദം നോക്കണം. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ നിസ്കാരത്തിൽ റുക്കോയിനൊന്നും അവൻ എന്താക്കുന്നില്ല, പൂർത്തിയാക്കുന്നില്ല. അങ്ങനെ റുക്കു ചെയ്യപ്പെട്ട എണീക്ക. അവന്റെ സുജൂദോ വയൻഖുറു ഫീ സുജൂദിഹി, അവന്റെ സുജൂദിൽ നിന്ന് ധാന്യങ്ങളൊക്കെ കൊത്തിപ്പെറുക്കുന്ന പക്ഷികളില്ലേ, അതായത് കോഴി, അതൊക്കെ നമ്മൾ മുറ്റത്തൊരു നെല്ലിട്ട് കൊടുത്താൽ അതിങ്ങനെ കൊത്തി ഇങ്ങനെ തിന്നാറില്ലേ. ധാന്യം എങ്ങനെ ഈ കോഴി എങ്ങനെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ തിന്ന് മൊത്തമായിട്ട് ഇനിയിപ്പോ ഇങ്ങനെ പൊന്തിച്ച് നിൽക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ തിന്നിട്ടാണോ പൊന്തിക്കലല്ല. ഒരു മണിയെടുത്ത് തല പൊക്കും, രണ്ടാമത്തെ മണിക്ക് വീണ്ടും കൊത്തും, മൂന്നാമത്തെ മണിക്ക് വീണ്ടും കൊത്തും, അങ്ങനെ ഇങ്ങനെയല്ല കൊത്തുക. അതേപോലെ അവര് സുജൂദ് ചെയ്യും. അങ്ങനെ സുജൂദ് ചെയ്യുന്നവരുടെ നിസ്കാരത്തിനെ സംബന്ധിച്ച് ഹബീബാ നബി തങ്ങൾ പറയുന്നത്, മസലുൽ ജാഇഇ യഅകുലു തംറത വതംറതൈനി ലാ തുഗ്നിയാനി അൻഹു ശൈആ. അവരെ പോലെയാണ് അവര്. എന്താ അങ്ങനെ പറഞ്ഞാൽ, അത് വേഗത്തിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാരെ പോലെയാണ്? വിശന്നൊട്ടിയ വയറുമായി നല്ലോണം ഫുഡ് കഴിക്കണം എന്നുള്ള ചിന്തയിലാ വരുന്നത്. ഉദാഹരണം പറഞ്ഞാല് മുനവ്വർ യമാനിയും ഷഫീഖും നല്ല വിശന്നിട്ടുണ്ട് അവര്. അങ്ങനെ അവരോട് ആര് പറഞ്ഞു? നമ്മുടെ വട്ടപ്പാറ പറഞ്ഞു, നിങ്ങൾ കുറെ ദിവസമായല്ലോ അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എന്റെ വീട്ടിക്ക് വരികയായിരുന്നു. ഇവര് നല്ല കാറൊക്കെ എടുത്ത് പോവാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കുറെ നടന്നിട്ട് പോവുകയാണ്. എന്തിനാ പോകുന്നത്? വിശന്ന് നല്ല അടിപൊളിയായുള്ള ബ്രോസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കടായി ഉണ്ടാവും, മന്തി ഉണ്ടാവും. ഇതൊക്കെ കരുതിയിട്ടാണ് ഇവിടെ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. അവിടെ വട്ടപ്പാറന്റെ വീട്ടിലെത്തി ഇവര് തിന്നാൻ വേണ്ടി ഇവർ പോയി നോക്കുമ്പോ അവിടെ കുറച്ച് കാരക്ക ഉണ്ട്. അതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് തിന്ന് അവിടെ നിങ്ങോട്ട് പോരുമ്പോ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലേ വട്ടപ്പാറ? അങ്ങനെ ഒരു അവസ്ഥയല്ല. അതായത് വിശന്നൊട്ടിയ വയറുമായിട്ട് ഒരു 2 ചൊള കാരക്ക തിന്നിട്ട് അവിടെ നിങ്ങോട്ട് ഇറങ്ങി പോരുമ്പോ ഒരു സമാധാനക്കേട്. ഓന്റെ പഠിച്ചോനെ തീർന്നിട്ടില്ലല്ലോ, റാത്തായിട്ടില്ലല്ലോ എന്നൊരു സമാധാനക്കേടില്ലേ. അതുപോലെയായിരിക്കും വേഗത്തിൽ നിസ്കരിക്കുന്നവന്റെ ആത്മാവ്. ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാവിന്റെ ഭക്ഷണമാണ് എന്ത്? നിസ്കാരവും നോമ്പൊക്കെ എന്ന് പറഞ്ഞത്. ആ ആത്മാവ് തടിച്ചു കൊഴുത്ത് ഉഷാറായിട്ട് മാറണമെങ്കിൽ ആ ആത്മാവിന് നല്ലോണം ഭക്ഷണം കൊടുക്കണം, ആ ആത്മാവിന് നല്ല ഫുഡ് കൊടുക്കണം. അല്ലെങ്കിൽ ആത്മാവ് പലോടത്തും പോവും, നമ്മൾ പിടിച്ചോടുത്ത് കിട്ടൂല. പല ഹറാമുകൾ കാണും, ഹറാമുകൾ കേൾക്കാൻ വേണ്ടി തോന്നും, ഇതൊക്കെ ചെയ്യും. എന്നാൽ ആ ആത്മാവ് ശക്തനാവണമെങ്കിൽ നമ്മുടെ ശരീരം ഇച്ഛിക്കുന്ന സംഗതികളിൽ നിന്ന് ശരീരത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് അങ്ങോട്ട് നോക്കല്ലടാ എന്ന് പറയണമെങ്കിൽ ആത്മാവിന് ബലം വേണം. നമ്മുടെ ശരീരം ഹറാമ് കേൾക്കാൻ വേണ്ടി തുനിയുകയാണെങ്കിൽ കേൾക്കല്ലടാ എന്ന് പറയണമെങ്കിൽ ആത്മാവിന് ബലം വേണം. നമ്മുടെ ശരീരം ഹറാമിലേക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ അങ്ങോട്ട് നടക്കല്ലടാ, അത് ഹറാമാണ്, ഇങ്ങോട്ട് വാടാ എന്ന് പറയണമെങ്കിൽ ആത്മാവിന് ബലം വേണം. ആ ആത്മാവിന്റെ ബലമാണ് ഏത്? നിസ്കാരം. നിസ്കാരത്തിന്റെ കഥ ഇങ്ങനെ ഈ പക്ഷികളൊക്കെ നെല്ല് ധാന്യങ്ങളൊക്കെ കൊത്തുന്നത് പോലെയുള്ള നിസ്കാരമായ പിന്നെ എങ്ങനെ നമ്മുടെ ആത്മാവിന് വിജയം ഉണ്ടാവും? ആത്മാവ് തടിച്ചു കൊടുക്കണം. നിസ്കാരം ഭക്തിയിൽ സാവധാനം പതുക്കനെയായി നിസ്കരിക്കണം, ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ലോകം അവസാനിക്കാൻ വേണ്ടി പോകുമ്പോൾ അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി അല്ലാഹു ഉയർത്തുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി അല്ലാഹു ഉയർത്തിക്കളയുന്നത് അൽ ഖുശൂ', ഭക്തിയെ ആയിരിക്കും.
ഭക്തിയെയാണ് അല്ലാഹു ഉയർത്തിക്കളയുക. ഹത്താ ഇതുവരെ ലാ തറാ ഫീഹാ ഖാശിഅ, ഒരൊറ്റ ഖുശൂഉള്ള മനുഷ്യന്മാരെയും അന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒരു കാലം വരും, ഒരൊറ്റ ഭക്തിയുള്ള ആളുകളെയും അന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. എത്ര ആളുകൾ മരിച്ചുപോയി. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, വാവാട് ഉസ്താദ്, മഹാനായ മിത്തബയിൽ ഉസ്താദ്, എത്ര സൂക്ഷ്മതയിൽ ജീവിച്ച മഹാന്മാരായിരുന്നവരൊക്കെ. അവരൊക്കെ ഇന്ന് എവിടെ? കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഖുശൂനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഖുശൂഉള്ള ആളുകളൊക്കെ മരിച്ചു പോകും. ബാക്കിയുള്ളവരുടെ ഖൽബിലോ ഖുശൂ ഉണ്ടാവില്ല. എന്നാൽ ഉണ്ടാക്കാനുള്ള പണികൾ നാം ചെയ്യണം. ഖുശൂ ഉണ്ടാവണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹുവേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അസ്വഉൻ നാസി സരിഖതൻ അല്ലദീ യസ്റുഖു മിൻ സ്വലാത്തിഹി. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും വലിയ കള്ളൻ ആരാണെന്നറിയോ? നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് ഏറ്റവും വലിയ കള്ളനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോശമായ കള്ളൻ, ഏറ്റവും കള്ളൻ എന്ന് പറഞ്ഞാൽ തന്നെ മോശത്തരാണ്. ഏറ്റവും മോശമായ കള്ളൻ അസ്വഉൻ നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവരാണ്. അപ്പോഴാണ് ഖാലു സഹാബത്ത് ചോദിച്ചത്, യാ റസൂലല്ലാഹ് കൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, എങ്ങനെയാ നബിയെ അവരവരുടെ നിസ്കാരത്തിൽ നിന്ന് കളവ് നടത്തുക? എങ്ങനെയാ നബിയെ കളവ് നടത്തുക? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അവൻ നബി തങ്ങൾ പറയുകയാണ്, ഖാല, നിസ്കാരത്തിലുള്ള കളവ് എന്ന് പറഞ്ഞാൽ ലാ യുത്തിമ്മു റുകൂഅഹാ, അവരുടെ റുകൂഇനെ അവർ പൂർത്തീകരിക്കുകയില്ല. പെട്ടെന്ന് നിസ്കരിക്കും അവര്. വലാ സുജൂദഹാ, അവരുടെ സുജൂദിനെയും അവർ പൂർത്തീകരിക്കുന്നതല്ല. പെട്ടെന്ന് അവർ സുജൂദ് ചെയ്യും, പെട്ടെന്ന് റുക്കൂ ചെയ്യും. അവർ ഏറ്റവും മോശമായ കള്ളന്മാരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ കള്ളന്മാരിൽ ഞാനുങ്ങളും പെടാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യൻദുറുല്ലാഹു ഇലാ സ്വലാത്തി റജുലിൻ ലാ യുഖീമു സുൽബഹു ബൈന റുകൂഇഹി വസുജൂദിഹി. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിസ്കരിക്കുന്ന സമയത്തിലെ ചില മനുഷ്യന്മാർ സ്പീഡിൽ നിസ്കരിക്കുകയില്ലേ, അവരിലേക്ക് അല്ലാഹു നോക്കുക പോലും ഇല്ല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന് ഏറ്റവും വലിയ ദേഷ്യമുള്ള സംഗതിയാണ് നിസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധവാന്മാരാകുക എന്നുള്ളത്. എല്ലാരും ആത്മാർത്ഥമായിട്ട് ദ്വാരനോളി, പടച്ചോനെ നിസ്കാരത്തിൽ ആത്മാർത്ഥത നൽകണേ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ പാഠം ഇതാണ്, ഖുശൂ ഇല്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമില്ല. ഏറ്റവും വലിയ കള്ളൻ നിസ്കാരം പൂർത്തീകരിക്കാതെ നിസ്കാരത്തിന്റെ ഫർളുകളുമൊന്നും ശരിക്ക് ചെയ്യാതെ നിസ്കരിക്കുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. ലോകാവസാനം വരുമ്പോ ആദ്യമായി അല്ലാഹു ഉയർത്തുന്നത് ഖുശൂഇനെയായിരിക്കും. എന്റെ ഉമ്മമാരെ, ആ ഖുശൂ, ആ ഒരു ഭയഭക്തി, ആ ഒരു തഖ്വ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നാം എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്.